ഈ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഇതേപോലെ പാരൻസ് അവർക്ക് അറിയാലോ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ, അപ്പം അങ്ങനെ ചോദിച്ചിരുന്നോ കൂട്ടുകെട്ടൊക്കെ കണ്ട് നിനക്കിപ്പോഴും ആഗ്രഹമുണ്ടോ പോകണമെന്ന് ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ ആ വിഷയം അതോടെ അവർ മറന്നു എന്ന് വിചാരിച്ചു? ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിലൊക്കെ കുറെ നേരം ചെലവഴിക്കുമ്പോൾ അമ്മയൊക്കെ ചോദിച്ചിട്ടുണ്ട്, ആഹാ സിസ്റ്റർ ആവാൻ പോണവരാണ് ഇത്ര മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കുന്നത്, പിന്നെ നഖം നീട്ടി വളർത്തും, മുടി സ്റ്റൈലിൽ കെട്ടും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അമ്മ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ സ്റ്റൈൽ കാണിക്കുന്നവരാണോ മടത്തി പോകാൻ പോകുന്നതെന്നൊക്കെ രീതിയിലുള്ള അമ്മ ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയും, എന്താ ഇങ്ങനെയുള്ളവർക്ക് മടത്തി പൊക്കൂടെ, നഖം നീട്ടി വളർത്തുന്നവർക്ക് മടത്തി പൊക്കൂടെ, കണ്ണെഴുതുന്നവർക്കും പൊട്ടുകുത്തുന്നവർക്കൊന്നും മടത്തി പൊക്കൂടെ. ആ ഒരു ചോദ്യമൊക്കെ ഞാൻ ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്റെ മനസ്സിലും തോന്നി തുടങ്ങിയായിരുന്നു, ഇനിയിപ്പോ ഞാൻ പോവാൻ പോകുന്നില്ല, ആഗ്രഹമൊക്കെ മങ്ങി തുടങ്ങി, വേറെ പലതിലേക്കായി എന്റെ ചിന്തകൾ ആഗ്രഹങ്ങളൊക്കെ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ശരിക്കും പറഞ്ഞ എന്തൊക്കെ ഞാൻ നേടിയാലും ഞാൻ ഹാപ്പി ആവില്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങിയായിരുന്നു. എൻ്റെ ഉള്ളില് ഈശോ ഇല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് അതിന്റെ ഫുള്ളില് അനുഭവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയായിരുന്നു. ആ ഒരു ഭയങ്കര ഒരു എംപ്റ്റിനെസ്സും, നമ്മൾക്ക് എന്തൊക്കെ കിട്ടിയാലും ഈശോ ഉണ്ടെങ്കിലേ ആ ഒരു എന്താ പറയാ ആ ഒരു സന്തോഷം പൂർണ്ണമാവുള്ളൂ എന്ന് പറയില്ലേ, അതുപോലെ ആയിരുന്നു. ഈശോ ഇല്ലാത്ത, ഇപ്പൊ പിള്ളേര് പറയുന്ന പോലെ ലൈഫ് കളറല്ലായിരുന്നു, പുറമെ ഭയങ്കര ഹാപ്പിനെസ്സും ഉള്ളിൽ എന്തൊക്കെയോ ഒരു എംപ്റ്റിനെസ്സും ആയിരുന്നു ആ സമയത്ത്. എപ്പോഴും അവസാനമാണ് അങ്ങനെ ഒരു ഫീൽ വന്നു തുടങ്ങിയത്? പിന്നെ പ്ലസ് ടുവിന്റെ അവസാനം ആവുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ ഇനി എന്തിലേക്ക് പോകണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചിന്ത വരുമ്പോഴേക്കും അങ്ങനെ പോവണോ, ഈശോടെ ആവുന്നല്ലേ പറഞ്ഞായിരുന്നേ, സിസ്റ്റർ ആവുന്നല്ലേ പറഞ്ഞായിരുന്നേ, അപ്പൊ പിന്നെ എന്തിനാ ഇനി അങ്ങനത്തെ ഒരു തോട്ട്, അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയായിരുന്നു. പിന്നെ ഞാൻ ഈശോയുടെ അടുത്ത് ഒരു സിമ്പൽ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു, ഈശോയെ എനിക്കറിയില്ല എന്റെ വിളി ഇതാണോ, സിസ്റ്റർ മടത്തി ചേരുന്നതാണോ എന്റെ വിളി, അത് ഒരു കുടുംബജീവിതം അതും ശ്രേഷ്ഠമാണല്ലോ, അതാണോ എന്റെ വിളി, എനിക്കറിയില്ല ഈശോയെ. ഞാൻ ഇങ്ങനെ എന്നിട്ടൊരു സിമ്പൽ വെച്ചു, ഈശോ ഇന്ന കാര്യം എന്റെ സെൻഡ് ഓഫിന് മുമ്പ് നടക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സിസ്റ്റർ ആവണം, ഞാൻ ഈശോയുടെ മാത്രമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ആ കാര്യം എന്റെ ലൈഫിൽ നടക്കുന്നില്ലെന്നാണെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ഈശോയ്ക്കുള്ളതല്ല, ഞാൻ ലോകത്തിനുള്ളതാണ്, അതുവഴി ഈശോനെ മഹത്വപ്പെടുത്താന്നുള്ളതാണ് എന്റെ വിളിയെന്ന്. അപ്പോ ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് അത് നടക്കല്ലേ, എനിക്ക് സിസ്റ്റർ ആവണം. പക്ഷെ എന്നാലും ഒരു സ്ട്രഗിള്, ശരിക്കും പറഞ്ഞ ദൈവത്തിന്റെ ഇതില് നമ്മുടെ ഇഷ്ടങ്ങളും ഈശോയുടെ ഇഷ്ടങ്ങളും കൂടി നമ്മുടെ ഉള്ളിൽ വരുമ്പോ ഉണ്ടാവുന്ന ആ ഒരു ശ്വാസം മുട്ടും ആ ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഏതാ തെരഞ്ഞെടുക്കണ്ടേന്ന് അറിയാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്.